അതിൽ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ശ്രീധരൻ തന്നെയുണ്ട്. ശ്രീധര, ഇനി ആ കാഴ്ചയാണല്ലേ മഠത്തിൽ വരവ് കഴിഞ്ഞാൽ പിന്നെ ഇലഞ്ഞിത്തറ മേളവും ശ്രീധരനൊക്കെ ആസ്വദിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്. പറയൂ, എങ്ങനെയാണ്, ഇറങ്ങിയോ, എവിടെ എത്തി, എങ്ങനെ പുരോഗമിച്ചു വരുന്നു? ദിവിഷ, ഇതിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഒരു പഞ്ചവാദ്യ പ്രേമിയതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനാണ്. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മഠത്തിൽ നിന്ന് ഭഗവതി ഇറക്കി പൂജ കഴിഞ്ഞ് പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. ഇത് ഈ മഠത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം, അത് ഇപ്പോൾ പഞ്ചവാദ്യത്തിൽ തുടക്കമിട്ടു, അതിൻ്റെ കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകും. ഏതായാലും ഇപ്പോൾ ഭഗവതിയുടെ ഇറക്കി പൂജ കഴിഞ്ഞു, ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നു. ഇതിനു മുന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. എൻ്റെ ഇപ്പോൾ ലിഷോയ് കൂടിയുണ്ട്. വലിയൊരു ചരിത്രമുണ്ട്. അതായത് തിരുവമ്പാടി ഭഗവതിക്ക് സ്വർണ്ണ തലക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ബ്രഹ്മസ്വം മഠത്തിലെ സ്വാമിയാരാണ് അത് നൽകുന്നത്. അതിന് പകരമായി ബ്രഹ്മസ്വം മഠത്തിലേക്ക് വന്ന് ഇറക്കി പൂജ കഴിക്കണം എന്നുള്ള, ഭഗവതി ബ്രഹ്മസ്വം മഠത്തിലേക്ക് എഴുന്നള്ളം എന്നുള്ളൊരു നിബന്ധനയാണ് സ്വാമിയാർ വെച്ചത്. അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇപ്പോൾ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഇറക്കി പൂജയുമൊക്കെ നടക്കുന്നത്. ഏതാണ്ട് 100 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പഞ്ചവാദ്യത്തിന്. തിരുവില്ലാമലയിൽ നിന്ന് തിരുവല്ലാമല വെങ്കിച്ചൻ സ്വാമിയാണ് ഈ പഞ്ചവാദ്യം ഇന്നത്തെ രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്തുന്നത്. അത് പിന്നീട് പല്ലശനയിലൂടെ വളർന്ന്, പല്ലശന ത്രയങ്ങളിലൂടെ വളർന്ന് അന്നമനട ത്രയങ്ങളിലേക്ക് എത്തി. ഇന്നിപ്പോൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ പെരുമ കോങ്ങാട് മധു ആശാൻ വരെ എത്തിയിരിക്കുകയാണ്. ഏതായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ നമ്മൾ മധുവാശാനോടൊക്കെ ചോദിച്ച പോലെ അരയാലിലകൾ പോലും താളം പിടിക്കുന്ന രീതിയിലാണ് ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 15 തിമിലയും 11 മദ്ദളവും 17 ഇലത്താളവും 17 കൊമ്പും 4 ഇടക്കയും ഇതെല്ലാം ചേരുമ്പോഴുള്ള ഒരു സിംഫണി, അത് അടക്കാൻ നമുക്ക് പറയാൻ പറ്റാത്ത, നമ്മളെ എല്ലാവരെയും ത്രസിപ്പിക്കുന്ന ഒന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൂരത്തിന്റെ പ്രധാന ഗ്ലാമർ ഐറ്റങ്ങളിൽ ഒന്നാണ് അല്ലേ ലിഷോ ഈ മഠത്തിൽ വരുന്നത്? തീർച്ചയായും. അതായത് പക്ഷേ ഒരു വിഷമം എന്ന് പറയുന്നത് മഠത്തിൽ വരവ് പഞ്ചവാദ്യം മുഴുവൻ കേൾക്കാമെന്ന് കഴിഞ്ഞാൽ എലഞ്ഞിത്തറയ്ക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പലരും എലഞ്ഞിത്തറയ്ക്ക് കാണാൻ നിൽക്കുന്നവർ മഠത്തിൽ വരവിലേക്ക് വരില്ല, പഞ്ചവാദ്യം കേൾക്കാൻ വരില്ല. പഞ്ചവാദ്യം കേട്ട് നിന്ന് ആസ്വദിച്ച് അങ്ങനെ മതിമറന്ന് നിൽക്കാം എന്നുള്ളതാണ് ഇവിടെ എത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഈ പഞ്ചവാദ്യം കേൾക്കാൻ ആഗ്രഹമുള്ള, ഇത് ആസ്വദിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുകയാണ്, പാണിക്കുട്ടി പുറത്തേക്ക് എഴുന്നള്ളുന്നു. അതിനുശേഷമാണ് പിന്നീട് മഠത്തിന് പുറത്തേക്കെത്തി അവിടെ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നത്. ഇപ്പോൾ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ തുടക്കമിട്ടു. അതെ, പഞ്ചവാദ്യത്തിന് തുടക്കമിട്ടു. അതിനുശേഷം ഇനിയിപ്പോ നടന്ന് നേരെ ഈ ബ്രഹ്മസമ്മടത്തിന് മുൻപിലേക്ക് എത്തും. അവിടെ എത്തിയാലാണ് അത് ഈ ഒരു പഞ്ചവാദ്യം വിശ്വരൂപം പ്രാപിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. തിരുവമ്പാടി ശിവസുന്ദർ പുറത്ത് റെഡിയാണ്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ പഴയ ഓർമ്മയിലേക്ക് പോയി. അതെ, ശിവസുന്ദർ എന്നും എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു രൂപമാണ്. അപ്പോ ശിവസുന്ദറിന്റെ ഒരു പിൻഗാമി അത് തന്നെയാണ് ചന്ദ്രശേഖരൻ. വലിയ ചന്ദ്രശേഖരന്റെ പിൻഗാമി ചെറിയ ചന്ദ്രശേഖരൻ, ഈ ചന്ദ്രശേഖരൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ. അതാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ പുറത്ത് തയ്യാറാണ്. ഇനി ഭഗവതി ഇതാ പുറത്തേക്ക്, സ്വർണ്ണക്കോലത്തിൽ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളി. ഇതിന് തൊട്ടു മുൻപാണ് ബ്രഹ്മസ്വം മഠത്തിൽ ഇറക്കി പൂജ നടന്നത്. അതിനുശേഷം മഠത്തിലെ വേദ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വേദ മന്ത്ര ജപം, ആ ജപം കൊണ്ടുള്ള പുഷ്പാഞ്ജലി, അതിനൊക്കെ ശേഷമാണ് ഈ മഠത്തിന് പുറത്തേക്ക് ഭഗവതി എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഭഗവതിയുടെ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള ആ കോലം ഇപ്പോൾ പുറത്തേക്ക് വന്നു. ഇതിനി ഈ മഠത്തിന് മുകളിലേക്ക് എത്തിയാൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് ഇപ്പോൾ ആദ്യകാലമിട്ടു. ഇനി അത് പല കാലങ്ങളിലേക്ക് മാറും, പല കൂട്ടിക്കൊട്ടലുകളിലേക്ക് മാറും. പ്രത്യേകിച്ച് വിരലുകളുടെ ചലനത്തിന് ഈ പഞ്ചവാദ്യത്തിൽ വലിയ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്, സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടിക്കൊട്ടലുകൾ, ആളുകളെ കൂടുതൽ ഹരം കൊള്ളിക്കുന്നത് ഈ കൂട്ടിക്കൊട്ടലുകളും ഒക്കെയാണ്. ഈ അന്നമനട പരമേശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഈ കൂട്ടിക്കൊട്ടലുകൾ വളരെയധികം ആളുകളെ ആകർഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെയാണ് ആ ഒരു പെരുമ, അത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെയും കോങ്ങാട് മധുവിന്റെയും നേതൃത്വത്തിലുള്ള ആ സംഘം, വാദ്യ സംഘം ഇതിന് ആ പെരുമ കൃത്യമായി കാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ നമ്മൾ കൂടുതൽ പറയുന്നതിലുപരി ഇത്
അനുഭവിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ് ഈ പഞ്ചവാദ്യം എന്നുള്ളത്. മേളം നമ്മളെ കൂടുതൽ ത്രസിപ്പിക്കുമെങ്കിൽ പഞ്ചവാദ്യം നമ്മളെ ആനന്ദത്തിൽ ആറാടിക്കുകയാണ് പലപ്പോഴും ചെയ്യുക. പല തലമുറകളുടെ സമ്മേളനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോങ്ങാട് മധു, അതുപോലെ തന്നെ കരിയന്നൂർ നാരായണ നമ്പൂതിരി ഉൾപ്പെടെയുള്ള ആളുകൾ. രണ്ടാം നിരയിലേക്ക് വന്നാൽ പരക്കാട് മഹേന്ദ്രൻ, അതുപോലെ തൃപ്രയാർ രമേശന്മാരാർ, അങ്ങനെ ഒരുപാട് ആളുകൾ. ഈ പല തലമുറകളുടെ ഒരു സമ്മേളനമാണ് ഈ പഞ്ചവാദ്യം എന്നുള്ളത്. ഈ 5 വാദ്യങ്ങളുടെയും സമ്മേളനം അത് നമ്മളെ വല്ലാതെ ആനന്ദത്തിൽ ആറാടിക്കും. പലപ്പോഴും നമ്മൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്, ബ്രഹ്മസ്വം മഠത്തിന്റെ ആ വഴികളിൽ പാൽനിലാവൊഴുക്കുകയാണ് പലപ്പോഴും മഠത്തിൽ വരവ് പഞ്ചവാദ്യം എന്നൊക്കെയുള്ളത്. ഏതായാലും അതിന്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഭഗവതി, തിരുവമ്പാടി ഭഗവതി ആ സ്വർണ്ണക്കോലത്തിലേറി കൃഷ്ണന്റെ മുദ്ര പതിച്ച, കൃഷ്ണന്റെ രൂപം പതിച്ച ആ സ്വർണ്ണക്കോലത്തിൽ തിരുവമ്പാടി ഭഗവതി ഇപ്പോൾ ഇതാ പുറത്തേക്ക് എഴുന്നള്ളുന്നു. ഈ തിടമ്പ് അല്ലെങ്കിൽ ഈ കോലം തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ശിരസിലേറിയാൽ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം, വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഈ പഞ്ചവാദ്യം, ആ ഒരു വാദ്യ സിംഫണി എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആ പഞ്ചവാദ്യത്തിന് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുന്ന, കാലം മാറുന്ന രീതിയിലേക്ക് പോകും. ഏതായാലും ഈ തിരുവമ്പാടിയെ സംബന്ധിച്ച് തിരുവമ്പാടിയുടെ ഗ്ലാമർ ഇനങ്ങളിൽ ഒന്നാണ് ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം. അതിന്റെ എല്ലാ പെരുമയും എത്ര വർഷം, ഓരോ വർഷം കൂടുന്തോറും അതിന് മാറ്റ് കുറയുന്നില്ല, മാറ്റ് കൂടുന്നേ ഉള്ളൂ. തലമുറകൾ മാറുന്നുണ്ട്, തലമുറകൾ മാറിയാലും അതിന് യാതൊരു കുറവും വരുന്നില്ല എന്നുള്ളത് ഏറ്റവും നമ്മൾ എടുത്ത് ആ ഒരു തനിമ അത് തൃശ്ശൂർ പൂരപ്പറമ്പിലെ വിവരങ്ങളാണ് KB ശ്രീധരൻ നൽകിക്കൊണ്ടിരിക്കുന്നത്.